നമസ്കാരം. വിഷ്ണുമായി സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിന്ദു വിശ്വാസപ്രകാരം ഒരു വ്യക്തിയെ ധാരാളം ദോഷങ്ങൾ പിന്തുടരുന്നു എന്നാണ് പറയുന്നത്. ഇത് അവരുടെ ജനനം മുതൽക്കേ തന്നെ സംഭവിക്കുന്നു. പാരമ്പര്യമായി ദോഷങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ദോഷമാണ് പിതൃദോഷം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് പിതൃദോഷമുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരുന്നു എന്നും, ആരാണോ തങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം ചെയ്യാത്തത് അവരുടെ ആത്മാക്കൾ കോപാകുലരാകുകയും ഇവർക്ക് പിതൃദോഷ ശാപം അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ്. ഇതുമൂലം വരും തലമുറകൾക്കും നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇതാണ് പിതൃദോഷം എന്ന് പറയുന്നത്. പിതൃദോഷം എന്നത് മരിച്ചുപോയ പൂർവികർ സ്വന്തം കുടുംബത്തെ ശപിക്കുമ്പോൾ സംഭവിക്കുന്ന ദോഷമാണ് പിതൃദോഷം എന്ന് പറയുന്നത്. അവരുടെ കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടുകൂടി കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അതുപോലെ പുറത്തുനിന്നുള്ള ഒരു വ്യക്തി പൂർവികരെ ശപിക്കുകയും കുടുംബത്തിൽ ശാപം തുടരുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദോഷമാണ്. ഇങ്ങനെയും പൂർവിക ദോഷമുണ്ടാവാം. നിങ്ങളുടെ കുടുംബത്തിലെ പ്രായമായവരെ പരിപാലിക്കാതിരിക്കുകയും അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകാതെ ഇരിക്കുമ്പോഴൊക്കെയാണ് പിന്നീട് അവർ മരണപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ദോഷത്തെയും പിതൃദോഷമായി കണക്കാക്കപ്പെടുന്നു. പിതൃദോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ കുട്ടികൾക്കുമായുള്ള ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. കുട്ടികൾക്ക് ശാരീരികമായോ മാനസികമായോ ആയ വൈകല്യങ്ങൾ കണ്ടേക്കാം. ഒരു കുട്ടി ജനിച്ചതിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ വിവിധ രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇത് പിതൃദോഷമായിരിക്കും. പിതൃദോഷമുള്ള വീടുകളിൽ മിക്കപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുന്നു. വളരെ ചെറിയ കാര്യങ്ങൾ പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതിനെല്ലാം പിതൃദോഷമാണ് കാരണം. പിതൃദോഷം ബാധിച്ച ആളുകൾക്ക് അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പിതൃദോഷം മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് പതിവായിട്ട് കടങ്ങൾ ഉണ്ടാവാറുണ്ട്. എത്ര ശ്രമിച്ചാലും തന്നെ അവരുടെ കടങ്ങൾ തീർക്കാൻ കഴിയാതെ വരും. പിതൃദോഷം കാരണം കുടുംബത്തിൽ പലപ്പോഴും രോഗങ്ങൾ ചുറ്റപ്പെട്ടിരിക്കും. എപ്പോഴും കുടുംബത്തിൽ ശാരീരികമായി സാമ്പത്തികമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവർക്ക്. കുടുംബത്തിൽ സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി ഉണ്ടാവില്ല എന്നപോലെ തന്നെ പലപ്പോഴും ദാരിദ്ര്യത്തിൽ ചുറ്റപ്പെട്ടവരായിരിക്കും ഇവർ. ഇത് പിതൃദോഷത്തിൻ്റെ കാരണമാണ്. പിതൃദോഷമുള്ളവരിൽ എപ്പോഴും ദാരിദ്ര്യത്താൽ ചുറ്റപ്പെട്ടവരായിരിക്കും അവർ. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലിയിലൊക്കെ വിജയിക്കാൻ കഴിയാതെ വരാനും സാധ്യതയുണ്ട്. പിതൃദോഷ കുടുംബത്തിൽ ആർക്കെങ്കിലും വിട്ടുമാറാത്ത രോഗങ്ങൾ, കുടുംബത്തിൽ ആവർത്തിച്ചുള്ള ഗർഭം, അലസൽ, കുട്ടികളുടെ പല്ല് മോണകളും ദുർബലമാകൽ, വിവാഹത്തിനൊക്കെ കാലതാമസം ഉണ്ടാവുക, ദാരിദ്ര്യവും കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങളും, ജീവിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥ, കുടുംബത്തിൽ പതിവായ അസ്വസ്ഥത, ഏറ്റുമുട്ടലുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാവാറുണ്ട്. പിതൃദോഷത്തിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടിയിട്ട് പൂർവികരുടെ ശാപത്തിൽ നിന്നും ധാരാളം ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ അവ തിരുത്താനുള്ള വഴികളും ഉണ്ട്. ശ്രാദ്ധത്തിൻ്റെ 15 ദിവസത്തിനുള്ളി ബ്രാഹ്മണർക്ക് ഭക്ഷണവും വെള്ളവും നൽകുക എന്നതാണ് ഏറ്റവും നല്ല പ്രതിവിധി. ഈ സമയത്ത് നമ്മുടെ പൂർവികരുടെ ആത്മാക്കൾ ശ്രാദ്ധ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് സന്ദർശിക്കുന്നു എന്നാണ് വിശ്വാസം. മരിച്ചുപോയ പൂർവികരുടെ മക്കൾ ഈ സമയം അവർക്കായി കർമ്മങ്ങൾ ചെയ്യുകയും പിണ്ടം സമർപ്പിക്കുകയും വേണം. കൂടാതെ മരണപ്പെട്ട പൂർവികരുടെ ചരമദിനത്തിൽ ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യണം. പിതൃദോഷം മാറാനായി പശുക്കൾക്ക് ചോറ് കുഴച്ച് ഉരുളകളായി കൊടുക്കുന്നതും നല്ലതാണ്. മഹാവിഷ്ണുവിനെ ആരാധിക്കുക. പൂർവികരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അവർ അപൂർണമാക്കി വെച്ച ജോലികൾ പൂർത്തിയാക്കുക. എല്ലാ അമാവാസ്യ ദിവസങ്ങളിലും ഒരു ബ്രാഹ്മണന് ഒരു നേരത്തെ ഭക്ഷണം തയ്യാറാക്കാനുള്ള വസ്തുക്കളോ പണവും കൊടുക്കുന്നത് നല്ലതാണ്. കുടുംബത്തിൽ എന്തെങ്കിലും ചടങ്ങുകൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് പൂർവികരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹത്തോടെ മാത്രം ആരംഭിക്കുക. എന്ത് പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നും പൂർവികരെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അമാവാസ്യ സമയത്ത് കാക്കകൾക്കും ഉറുമ്പുകൾക്കും ഭക്ഷണം കൊടുക്കുന്നതും നല്ലതാണ്. അമാവാസിയിൽ പൂർവികരുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. നിങ്ങളുടെ പൂർവികരുടെ ഫോട്ടോ തെക്ക് ദിശയിൽ വയ്ക്കുക. ആ ദിശയിൽ എപ്പോഴും അവരോട് പ്രാർത്ഥിക്കുക. ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ എല്ലാ ദിവസവും വെള്ളമൊഴിക്കുക. അത് സാധ്യമല്ലെങ്കിൽ ഞായറാഴ്ചകൾ ഈ ആചാരം തുടരുന്നത് നല്ലതാണ്.
എല്ലാ ശനിയാഴ്ചയും ആൽബരത്തിൻ്റെ കീഴിൽ ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ക്ഷേത്രത്തിലോ പുണ്യസ്ഥലങ്ങളിലോ എല്ലാ അമാവാസി പൗർണമി ദിവസങ്ങളിലും ഭക്ഷ്യവസ്തുക്കൾ സംഭാവന ചെയ്യുന്നതും നല്ലതാണ്. പിതൃദോഷം മാറാനായിട്ട് പൂർവികർക്കായി കൃത്യസമയത്ത് ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അമാവാസി ദിനത്തിൽ പിതൃതർപ്പണം നടത്തുക. ദരിദ്രർക്ക് ദാനം ചെയ്യുന്നതും നല്ലതാണ്. അമാവാസി ദിനത്തിൽ പിതൃതർപ്പണം ചെയ്യുന്നത് പിതൃദോഷം കുറയ്ക്കാൻ സഹായിക്കും. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ പിതൃദോഷങ്ങളെല്ലാം മാറി സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് വിശ്വാസം. എല്ലാവർക്കും എല്ലാവിധ ദോഷങ്ങളും പിതൃദോഷങ്ങളെല്ലാം മാറി ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.